Good morning, student. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലാണ്. Test the convergence of the series sigma k equal to 1 to infinity 1 by 8 k square minus 3k whole raised to 1 by 3. ഇത് മെയ് 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഇവിടെ നമുക്ക് 1 by 8 k square minus 3k whole raised to 1 by 3 ആണ് കേട്ടോ. sigma k equal to 1 to infinity 1 by 8 k square minus 3k whole raised to 1 by 3. ഈ പ്രോബ്ലം നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് പ്രൊസീജിയർ എന്താണ്? ഒന്നാമത്തെ പ്രൊസീജിയർ, ഫസ്റ്റ് പ്രൊസീജിയർ, ലെറ്റ് സിഗ്മ k equal to 1 to infinity ak is equal to sigma k equal to 1 to infinity 1 by 8 k square minus 3k whole raised to 1 by 3. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ലിമിറ്റ് സിഗ്മ k equal to 1 to infinity ak എന്ന് പറഞ്ഞാൽ സിഗ്മ k equal to 1 to infinity 1 by 8 k square minus 3k whole raised to 1 by 3. അപ്പൊ ak എന്ന് പറഞ്ഞാൽ ഇതാണ് 1 by 8 k square minus 3k whole raised to 1 by 3. ഇത് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ ഒരു പുതിയ സീരീസ് ഫോം ചെയ്യുക. ഫോം എ ന്യൂ സീരീസ്. രണ്ടാമത്തെ പോയിന്റ്, ഫോം എ ന്യൂ സീരീസ്. ഒരു പുതിയ സീരീസ് നമ്മൾ ഇതിൽ നിന്ന് ഫോം ചെയ്യണം. നമ്മൾ പുതിയ സീരീസ് ഫോം ചെയ്യുന്ന സീരീസിന് നമ്മൾ പറയുന്ന പേരാണ് സിഗ്മ k equal to 1 to infinity bk. ഇപ്പൊ bk എന്ന് പറഞ്ഞാൽ എന്താണ്? bk എന്ന് പറഞ്ഞാൽ സിഗ്മ k equal to 1 to infinity 1 by 8 k square whole raised to 1 by 3. ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. 1 by 8 k square whole raised to 1 by 3. ഇങ്ങനെയാണ് പുതിയ സീരീസ് ഫോം ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k equal to 1 to infinity 8 raised to 1 by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 8 ന്റെ ക്യൂബ് റൂട്ട് 1. അപ്പോൾ 1 by 2 into k raised to 2 by 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ k equal to 1 to infinity bk എന്ന് പറഞ്ഞാൽ 2 into sigma k equal to 1 to infinity 1 by k raised to 2 by 3 എന്ന് കിട്ടും. ഈ 1 by k raised to 2 by 3 എന്താണ്? സിഗ്മ 1 raised to k raised to p എന്ന് പറഞ്ഞാൽ ഇതൊരു p സീരീസ് ആണ്. p സീരീസ്. p സീരീസ് ആവുമ്പോൾ p സീരീസ് എപ്പോഴാണ് കൺവെർജ് ആവുക? ഈ p യുടെ വാല്യൂ, ഇവിടെയാണ് k raised to p. p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജ് ആവും. p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവെർജ് ആവും. 0 ലെസ് ദാൻ p ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ആവും. ഇവിടെ നോക്കിയേ 2 by 3 എന്നുള്ള വാല്യൂ സിൻസ് p is equal to 2 by 3 ലെസ് ദാൻ 1. 2 by 3 എന്നുള്ളത് ഒന്നിനേക്കാളും കുറവാണ്. therefore പുതിയ സീരീസ്, therefore new series is diverges. മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ak നമ്മൾ ചൂസ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് പുതിയ സീരീസ് ഫോം ചെയ്തു. മൂന്നാമത്തെ കേസില് നമ്മൾ എന്ത് ചെയ്തു? ആ പുതിയ സീരീസ് ഇവിടെ നമുക്ക് ഡൈവർജ് ആണെന്ന് കിട്ടി. എന്തുകൊണ്ട് ഡൈവർജ് ആണെന്ന് കിട്ടി? ഇവിടെ k യുടെ പവർ 2 by 3 ആണ്. ഇപ്പൊ p എന്ന് പറഞ്ഞാൽ 2 by 3 ആണ്. ഈ 2 by 3 ഒന്നിനേക്കാളും കുറവാണ്. 2 by 3 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കുറവാണ്. സിൻസ് 2 by 3 ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ പറയും പുതിയ സീരീസ് ഡൈവർജ് ആണ്. ഓക്കെ. ഈ നാലാമത്തെ പോയിന്റ്, അടുത്ത പോയിന്റ് ഏതാണ്? നാലാമത്തെ പോയിന്റ് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ കാൽക്കുലേറ്റിന്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak by bk. therefore ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 8 k square minus 3k whole raised to 1 by 3. bk എന്ന് പറഞ്ഞാൽ എന്താണ്? bk എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 1 by 2 അല്ലെ? 1 by 2 into 1 divided by 2k raised to 2 by 3 ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by 8 k square minus 3k whole raised to 1 by 3 into ഈ 2k raised to 2 by 3 ന്യൂമറേറ്ററിലോട്ട് കയറും, താഴെ 1 കിട്ടും. അപ്പോ 2k raised to 2 by 3 divided by 1.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/8k² മൈനസ് 3k ഹോൾ റൈസ് ടു 1/3 ൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാൻ സാധിക്കും? നമുക്ക് ഇവിടെ 2k നമ്മൾ 8k² പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആദ്യം 8k² പുറത്തെടുക്കാം. 8k² നമ്മൾ പുറത്തെടുത്തു. 1 മൈനസ് 8k² ആണ് ഇവിടെ പുറത്തെടുക്കുന്നത്. അപ്പൊ 3k k പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? നമുക്ക് ഇവിടെ 8k ഗുണിച്ചു നോക്കാം. 8k² കിട്ടും. ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ 8k പോകും, 3k കിട്ടും. അപ്പൊ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു 2k ഹോൾ റൈസ് ടു 2/3 ഡിവൈഡഡ് ബൈ 1. അതായത് 8k² മൈനസ് 3k ഹോൾ റൈസ് ടു 1/3 ൽ നിന്ന് ഞാൻ 8k² പുറത്തെടുത്തു. 8k² പുറത്തെടുത്ത് ആദ്യം നമുക്ക് 1 വരും. അടുത്ത ടേബിളിൽ ഒരു k പോയി കഴിയുമ്പോൾ 3/8k ഉണ്ട്. ഇത് കുറിച്ച് നോക്കിയേ. 8k² ഇൻറ്റു 1 8k². 8k² ഇതിനെ കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു k വെട്ടിപ്പോവും, 8 വെട്ടിപ്പോവും, 3k എന്ന് കിട്ടും. അപ്പൊ ഇതില് ഈ രണ്ട് ടേബിളിൽ നിന്ന് 8k² പുറത്തെടുക്കും. ഇനി അടുത്ത സ്റ്റേജ് ചെയ്യാൻ പോകുന്നതാണ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/8k² ഹോൾ റൈസ് ടു 1/3 1 മൈനസ് 3/8k ഹോൾ റൈസ് ടു 1/3 into 2k whole raised to 2/3 divided by 1. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി ഇതൊക്കെ ബാലൻസ് പോർഷൻ ചെയ്യാം. ബാലൻസ് പോർഷൻ ചെയ്യുമ്പോൾ that is equal to limit k tends to infinity 1/, ഈ 8k² whole raised to 1/3 8ന്റെ whole raised to 1/3 എത്രയാ? 2 ആണ് അല്ലെ? അപ്പൊ 2k raised to 2/3 വരും. അപ്പൊ 8k² whole raised to 1/3 എന്ന് പറഞ്ഞാൽ 2k whole raised to 2/3 into 1 minus 3/8k whole raised to 1/3 into 2k whole raised to 2/3. ഇതിൽ 2k whole raised to 2/3 2k whole raised to 2/3 കട്ടായി കളയും. ഇനി kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. ഈ ടൈം എന്തായിപ്പോവും? ഈ ടൈം 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 കിട്ടി. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. ഇനി നമ്മൾ പറയുന്ന കൺക്ലൂഷൻ എന്താണ്? ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, the given series is ഇവിടെ ന്യൂ സീരീസ് എന്തായിരുന്നു? ഡൈവർജ് ആയിരുന്നു. പുതിയ സീരീസ് ഡൈവർജ് ആയതുകൊണ്ട് given series is divergence. അപ്പോൾ പുതിയ സീരീസ് നമുക്ക് എന്താണെന്ന് കിട്ടി? ഡൈവർജ് ആണെന്ന് കിട്ടി. കാരണം എന്താണ്? ഈ പുതിയ സീരീസ് ഡൈവർജ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. Therefore we can say that given series അതാണ് 1/8k² minus 3k whole raised to 1/3 is divergence since the new series diverge ചെയ്യുന്നു. ഈ ന്യൂ സീരീസ് ഡൈവർജ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നിരിക്കുന്ന സീരീസും ഡൈവർജ് ചെയ്യുന്നു. ഇനി പുതിയ സീരീസ് കൺവെർജ് ആണ് ചെയ്തിരുന്നെങ്കിലോ നമ്മുടെ പുതിയ സീരീസും കൺവെർജ് ചെയ്തിരുന്നു. അപ്പോൾ പുതിയ സീരീസ് എന്താവുന്നു അത് തന്നെയായിരിക്കും നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ആയിത്തീരുക. അപ്പൊ ഇവിടെ നമുക്ക് ഡൈവർജ് ആയതുകൊണ്ട് നമ്മുടെ സീരീസും ഡൈവർജ് ആവുന്നു. ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഇത് മെയ് 19 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന സീരീസിൽ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ആദ്യം AK നമ്മൾ ചൂസ് ചെയ്തു. AK എന്ന് പറഞ്ഞാൽ സിഗ്മ k = 1 to infinity. AK എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ k = 1 to infinity 1/8k² minus 3k whole raised to 1/3. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പുതിയ സീരീസ് BK കണ്ടുപിടിക്കുക. ആ പുതിയ സീരീസ് കണ്ടുപിടിച്ച എങ്ങനെയാണ് നോക്കിയേ? 1/8k² minus 3k whole raised to 1/3 ആണ്. ഇത് പുതിയ സീരീസ് എങ്ങനെ കണ്ടുപിടിച്ചു? 1/8k² whole raised to 1/3. 8k² whole raised to 1/3. ഇനി 8k² whole raised to 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 into k raised to 2/3.
അപ്പൊ പുതിയ സീരീസ് കണ്ടുപിടിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. 1/8k² - 3k ഇതിന്റെ ആദ്യത്തെ ടൈം എടുക്കും. അപ്പൊ ന്യൂമറേറ്റർ ഒന്നും എടുക്കാനില്ല, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ 1 തന്നെ ഇട്ടു. 0 ന്യൂമറേറ്റർ ടൈം ഇല്ലാത്തതുകൊണ്ട് 1 തന്നെ ഇട്ടു. താഴെ നമ്മൾ 8k² 1/3. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 2 × k⁻²/3 കിട്ടി. അപ്പൊ നമുക്ക് സിഗ്മ k = 1 ∞ എന്താ കിട്ടിയത്? 1/2 × സിഗ്മ k = 1/k⁻²/3. അതൊരു പി സീരീസ് ആണ്. പി സീരീസ് ആണെന്ന് മനസ്സിലായെങ്ങനെയാണ്? 1/k⁻p ഫോമിലാണ് വന്നിരിക്കുന്നത്. പി സീരീസ് ആണെങ്കിൽ പിയുടെ വാല്യൂ നോക്കാം. പിയുടെ വാല്യൂ >1 ആണെങ്കിൽ അത് കൺവെർജ് ആവും. പിയുടെ വാല്യൂ 0 p < 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ആവും. ഇവിടെ പിയുടെ വാല്യൂ എത്രയാണ്? <1 ആണ്. അപ്പോൾ പുതിയ സീരീസ് ഡൈവേർജ് ആണ്. മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. എക്ക് കണ്ടുപിടിച്ചു, പുതിയ സീരീസ് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ കേസിൽ ആ പുതിയ സീരീസ് ഡൈവേർജ് ആണ്. എന്തുകൊണ്ട് ഡൈവേർജ് ആണ് കിട്ടി? പിയുടെ വാല്യൂ <1 ആയതുകൊണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യുക. റോ കാൽക്കുലേറ്റർ ഫോർമുല എന്താണ്? ലിമിറ്റ് k → ∞ ak/bk. അപ്പൊ akയുടെ വാല്യൂ 1/8k² - 3k 1/3 ഇൻറ്റു ഈ താഴെയുള്ള 2k⁻²/3. ഇനി ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് 8k² നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പൊ 8k² × 1 - 3/8k 1/3. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 8k² ആയിരത്തെ കിട്ടിയിട്ടുണ്ട്. 8k² ഇവിടെ ഗുണിച്ച് ചെയ്യുമ്പോൾ 8 ക്യാൻസൽ ചെയ്യും. ഒരു k ക്യാൻസൽ 3k എന്ന് കിട്ടും. അപ്പൊ 8k² - 3k 8k² പുറത്തെടുത്താൽ ബാക്കി വരുന്നത് എത്രയാണ്? 1 - 3/8k എന്നാണ്. 1/3 2k⁻²/3. ഇനി ഇവിടെ നമ്മൾ ഇതിന്റെ 2 കൊടുക്കുമ്പോൾ 8k² 1/3 ഇൻറ്റു 1 - 3/8k 1/3. ഇനി ഇൻറ്റു 2k⁻²/3. ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് അടുക്കുമ്പോൾ ഈ 8k² 1/3 എങ്ങനെ എഴുതാം? 2 × k⁻²/3 എന്ന് എഴുതാം. ഇവിടെ 1 - 3/8k 1/3 എഴുതാം. 2k⁻²/3 എഴുതാം. ഇതിൽ 2k⁻²/3 കട്ടാക്കി കളഞ്ഞു. 2k⁻² ഇവിടെ 2k⁻²/3 ആണ് കേട്ടോ. 2k⁻²/3 ആണ്. ഇവിടെ 8k² 2/3 എന്ന് പറഞ്ഞാൽ 2k⁻²/3 കട്ടാക്കി കളഞ്ഞു. ബാക്കി ഇവിടെ 1 - 3/8k 1/3 എന്നാണ് വരുന്നത്. ഇവിടെ നമ്മൾ kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു ടൈം 0 ആയിപ്പോൾ ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? 1 വരും. ഈ 1 നമ്മുടെ >0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ റോയുടെ വാല്യൂ 1 വരും, >0 ആണ്, ഫൈനൈറ്റ് വരും. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ ഇത് ഗിവൺ സീരീസ് കൺവെർജ് ആണോ ഡൈവേർജ് ആണോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരണം. നമ്മുടെ അവസാനത്തെ കൺക്ലൂഷൻ എന്താണ്? ഗിവൺ സീരീസ് ഈസ് ഡൈവർജസ്. എന്തുകൊണ്ട് ഡൈവർജ് ആവുന്നു? നമ്മുടെ പുതിയ സീരീസ് ഡൈവർജ് ആയത് കൊണ്ട് നമ്മൾ പറയും നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ഈ സീരീസ് ഡൈവർജ് ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സീരീസ് ഡൈവർജ് ആണെന്ന് പറയും. അപ്പൊ 5 പോയിന്റ് ആണ് നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റില് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, തന്നിരിക്കുന്ന സീരീസിന് AK എന്ന് കൊടുത്തു. രണ്ടാമത് അത് ഉപയോഗിച്ച് പുതിയ സീരീസ് ഫോം ചെയ്തു. മൂന്നാമത് അത് കൺവെർജ് ആണോ ഡൈവർജ് ആണോ നോക്കി. അതിനുശേഷം നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് റോ കാൽക്കുലേറ്റ് ചെയ്തു. ലിമിറ്റ് k → ∞ ak/bk. ഇവിടെ നമുക്ക് കിട്ടിയത് 1 ആണ്. അത് >0 ആണ്, ഫൈനൈറ്റ് ആണ്. ഇനി നമ്മൾ കൺക്ലൂഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ 1 ഉം >0 ഫൈനൈറ്റ് വന്നുകൊണ്ട് ഗിവൺ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഡൈവേർജ് ചെയ്യുന്നു? നമ്മുടെ പുതിയ സീരീസ് ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ട് ഈ സീരീസും ഡൈവേർജ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഇത് മെയ് 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU നമ്മളോട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ, ചെയ്ത് പഠിക്കുക കേട്ടോ.